വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 5ാമത്തെ പാഠമായിട്ടുള്ള നമ്മുടെ ഭൂമി എന്നുള്ളതാണ്. ഇതിൽ ഭൂമിയുടെ ഇവല്യൂഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മുടെ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ് മുഴുവനായിട്ട് കാണുക. ഈ ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് പരീക്ഷയ്ക്ക് ഉറപ്പാണ്. ഇവിടെ ഞാൻ ഭൂമി എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ കുറച്ച് ഭൂമി പറയുന്നതായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കണ്ടുപിടിച്ചതിൽ വെച്ച് പ്രപഞ്ചത്തിൽ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന ഏക ഗ്രഹം ഭൂമിയാണ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുട്ടുപൊള്ളുന്ന ഒരു ഗോളമായിരുന്നു ഭൂമി. നിരന്തരം പെയ്ത മഴയിൽ ഭൂമി തണുത്തു. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞ് ജീവജാലങ്ങളുണ്ടായി. ജീവിക്കാൻ വേണ്ടതെല്ലാം ഭൂമിയിലുണ്ട്. ശ്വസിക്കാൻ വായു, കുടിക്കാൻ ജലം, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമായ മണ്ണ് എന്നിവ ഭൂമിയിലുണ്ട്. ഉള്ളറകളിലേക്ക്. ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂടിനെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ടല്ലോ. എന്നാൽ ഉള്ളറയിലെ ചൂട് അതികഠിനമാണ്. ഉള്ളറയുടെ കേന്ദ്രഭാഗത്തെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. 100 ഡിഗ്രി സെൽഷ്യസിലാണ് വെള്ളം തിളയ്ക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. 5500 ഡിഗ്രി സെൽഷ്യസ് ചൂട് നിങ്ങൾക്ക് സങ്കല്പിക്കാനാകുന്നുണ്ടോ? നിങ്ങൾ ഖനി എന്ന് കേട്ടിട്ടുണ്ടോ? അവയിൽ ഏറ്റവും ആഴമുള്ള ഖനിയുടെ താഴ്ച എത്ര കിലോമീറ്റർ ആണെന്നറിയാമോ? ഏകദേശം 12 കിലോമീറ്റർ. അത്രത്തോളം ദൂരം പോലും മനുഷ്യന് ചെന്നെത്താനാകുന്നത് യന്ത്രങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും സഹായത്തോടെയാണ്. ഏകദേശം 6371 കിലോമീറ്ററാണ് ഭൂമിയുടെ കേന്ദ്രത്തിലേക്കുള്ള ദൂരം. അപ്പോൾ ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മനുഷ്യൻ നേരിട്ട് ചെന്ന് മനസ്സിലാക്കുക സാധ്യമാണോ? പിന്നെ എങ്ങനെയാണ് ഭൂമിയുടെ ഉള്ളറകളെക്കുറിച്ച് വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്? ചില ശാസ്ത്രീയ പഠനങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഭൂമിയുടെ ഉള്ളറയെ സംബന്ധിച്ച വിവരങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളത്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലൂടെ ഭൂമിയുടെ ഉപരിതലത്തിൽ എത്തിച്ചേരുന്ന വസ്തുക്കൾ പരിശോധിക്കുന്നതിൽ നിന്ന്, ഖനികളിൽ നിന്ന് ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന്, ഭൂകമ്പ സമയത്ത് ഉണ്ടാകുന്ന തരംഗങ്ങളുടെ ചലനം വിശകലനം ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഭൂമിയുടെ ഉള്ളറകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇനി ഭൂമിയുടെ ഘടനയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭൂമിയിൽ ഭൂവൽക്കം, മാൻറ്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ് എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഒരു ഭൂമിയുടെ ഒരു ഛേദം നമുക്കവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ഭൂമിയുടെ ഉള്ളറകളെ വിവിധ പാളികളായി തിരിച്ചിരിക്കുന്നു. ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഭൂവൽക്കം അഥവാ ക്രസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഭൂമിയിലെ ഓരോ പാളികളെ പറ്റി കൃത്യമായിട്ട് നോക്കാം. ഒന്നാമത്തതാണ് ഭൂവൽക്കം. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഖരരൂപത്തിലുള്ള പാറകളാൽ നിർമ്മിതമാണ് ഈ പാളി. ഭൂവൽക്കത്തിന് വൻകരാ ഭൂവൽക്കമെന്നും സമുദ്ര ഭൂവൽക്കമെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. വൻകരാ ഭൂവൽക്കത്തിന് കനം കൂടുതൽ. ശരാശരി കനം 30 കിലോമീറ്ററോളം വരും. വൻകരാ ഭൂവൽക്കത്തിന് പർവ്വത പ്രദേശത്ത് ഏകദേശം 700 കിലോമീറ്റർ കനമുണ്ട്. എന്നാൽ സമുദ്ര ഭൂവൽക്കത്തിന് ശരാശരി 5 കിലോമീറ്റർ മാത്രമാണ് കനം. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ വൻകരാ ഭൂവൽക്കങ്ങളെ സിയാൽ എന്നും സമുദ്ര ഭൂവൽക്കങ്ങളെ സിമ എന്നും വിളിക്കാറുണ്ട്. അടുത്താണ് മാൻറ്റിൽ. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻറ്റിൽ. താരതമ്യേന കനമുള്ള ഭാഗമാണിത്. ഏകദേശം 2900 കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു. ഭൂവൽക്കവും മാൻറ്റിലിൻ്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ശിലാമണ്ഡലത്തിന് താഴെയായി ശിലാപദാർത്ഥങ്ങൾ ഉരുകി അതിനെ നമ്മൾ മാഗ്മ എന്നാണ് വിളിക്കുന്നത്. അർദ്ധദ്രവാവസ്ഥയിൽ കാണപ്പെടുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. എന്നാൽ അസ്തനോസ്ഫിയറിന് താഴെയുള്ള ഭാഗം ഖരാവസ്ഥയിലാണ്. ഇനി എന്താണ് കാമ്പ് എന്ന് നോക്കാം. മാൻറ്റിലിന് താഴെയുള്ള ഭാഗമാണ് കാമ്പ്. കാമ്പിന് പുറക്കാമ്പ്, അകക്കാമ്പ് എന്നീ 2 ഭാഗങ്ങളുണ്ട്. പുറക്കാമ്പ് ദ്രാവകാവസ്ഥയിലും അകക്കാമ്പ് ഖരാവസ്ഥയിലുമാണ്. കാമ്പ് മുഖ്യമായും നിക്കൽ, ഇരുമ്പ് എന്നീ ലോഹങ്ങളാൽ രൂപം കൊണ്ടതാണ്. അതിനാൽ കാമ്പിനെ നിഫെ എന്നും പേരുണ്ട്. അകക്കാമ്പിലെ ചൂട് ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ ഉള്ളറയെ വിവിധ പാളികളായി തരംതിരിക്കുന്നു. അതിൽ ഭൂവൽക്കം ക്രസ്റ്റ് 1% മാത്രമാണുള്ളത്. മാൻറ്റിൽ എന്ന് പറയുന്നതാണ് 84%. കാമ്പ് 15%. ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ളതും താരതമ്യേന നേർത്തതുമായ പാളിയാണ് ഭൂവൽക്കം. ഭൂവൽക്കം നിർമ്മിതമായിരിക്കുന്നത് ഖരരൂപത്തിലുള്ള പാറകളാലാണ്. ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം എന്നറിയപ്പെടുന്നത് ഭൂവൽക്കമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് ബാഹ്യ സിലിക്കേറ്റ് മണ്ഡലം. അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് ഇങ്ങനെ ഒരു പദാർത്ഥം, ഇങ്ങനെ ഒരു തിളച്ചു മറിയുന്ന ഒരു പദാർത്ഥം എത്താറുണ്ട്. അതിനെ നമ്മൾ ലാവ എന്നാണ് വിളിക്കുന്നത്. ഈ നമ്മുടെ ഭൂമിയുടെ ഉള്ളിൽ ഉള്ള ഈ മാഗ്മയാണ് ലാവയായിട്ട് പുറത്തേക്ക് വരുന്നത്. ഓക്കെ,
ഈ മാഗ്മയിൽ കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ക്ലോറിൻ മുതലായ വാതകങ്ങൾ കാണപ്പെടുന്നു. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഭൂമിയുടെ ഉള്ളറയിൽ നിന്ന് മാഗ്മ പുറത്തേക്ക് ഒഴുകുന്നു. മാഗ്മ ഭൂമിയുടെ ഉപരിതലത്തിലെത്തുമ്പോൾ അതിനെ ലാവ എന്ന് വിളിക്കുന്നു. ഈ ലാവ തണുത്തുറഞ്ഞാണ് ഒരു കല്ലുണ്ടാകുന്നത്. ഏതാണ് ആ കല്ല്? അറിയുന്നവരതൊന്ന് കമൻറ്റ് ബോക്സിലിടണേ. അതിൻ്റെ ഉത്തരം ഞാൻ ഏറ്റവും ലാസ്റ്റ് വീഡിയോയുടെ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും. അഗ്നിപർവ്വതങ്ങളിലൂടെ ബഹിർഗമിക്കുന്ന ശിലാദ്രവത്തിൻ്റെ പ്രഭവമണ്ഡലമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിൻ്റെ താഴെയുള്ള ഭാഗം കാണപ്പെടുന്ന അവസ്ഥ ഖരമാണ്. മാൻഡിലിൻ്റെ താഴെയുള്ള പാളിയാണ് കാമ്പ്. ഭൂമിയുടെ കേന്ദ്രഭാഗമാണ് കാമ്പ്. ഇത് SCERT ഓൾഡ് ടെസ്റ്റിലുള്ളതാണ് കേട്ടോ. കുട്ടൻബർഗ് വിച്ഛിന്നത മാൻഡിലിൻ്റെയും കാമ്പിൻ്റെയും അതിർവരമ്പാണ്. ഇത്രയും ക്ലാസ്സുകൾ കേട്ടതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ടേബിൾ കൃത്യമായിട്ട് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ഭൂമിയുടെ അന്തരീക്ഷത്തെ പറ്റിയാണ് പറയുന്നത്. ഉത്ഭവ സമയത്ത് ചുട്ടുപഴുത്ത അവസ്ഥയിലായിരുന്ന ഭൂമി കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് സാവധാനം തണുത്തു. ഈ പ്രക്രിയയിലൂടെ ഭൂമിയുടെ ഉള്ളിലുണ്ടായിരുന്ന വാതകങ്ങൾ പുറത്തു വന്നു. ക്രമേണ ഭൂമിക്ക് ചുറ്റും നിരവധി വാതകങ്ങളുള്ള വായുവിൻ്റെ ഒരു ആവരണമുണ്ടായി. ഭൂമിയെ ആവരണം ചെയ്യുന്ന ഈ വാതക പുതപ്പാണ് അന്തരീക്ഷം. ഓക്കെ, എന്താണ്? ഭൂമിയെ ആവരണം ചെയ്യുന്ന വാതക പുതപ്പിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് വിളിക്കുന്നത്. സസ്യങ്ങളുടെ ആവിർഭാവത്തോടെ പ്രകാശ സംശ്ലേഷണ ഫലമായി അന്തരീക്ഷം ഓക്സിജനാൽ സമ്പന്നമായി. അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളാണ് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയവ. ഈ വാതകങ്ങൾ കൂടാതെ മറ്റു വാതകങ്ങളും പൊടിപടലങ്ങളും ജലാംശവും ഉണ്ട്. അന്തരീക്ഷത്തിൽ അടങ്ങിയിട്ടുള്ള വിവിധ വാതകങ്ങൾ എന്തൊക്കെയാണെന്നും അവ എത്ര അളവിൽ കാണുന്നുവെന്നും നമുക്ക് നോക്കാം. അന്തരീക്ഷ സംരചന അഥവാ കോമ്പോസിഷൻ ഓഫ് അറ്റ്മോസ്ഫിയർ. ഭൗമോപരിതലത്തിൽ നിന്ന് 10,000 കിലോമീറ്റർ ഉയരം വരെ അന്തരീക്ഷത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എന്നാൽ ആകെ അന്തരീക്ഷ വായുവിൻ്റെ 97% സ്ഥിതി ചെയ്യുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 29 കിലോമീറ്റർ ഉയരം വരെയാണ്. ഉയരം കൂടുന്തോറും വാതകങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്നു. മനുഷ്യനും മറ്റു ജീവജാലങ്ങൾക്കും ജീവവായുവായ ഓക്സിജൻ, സസ്യങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡ് എന്നിവ ലഭ്യമാക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. ഈ 2 വാതകങ്ങളാണ് ഭൂമിയിൽ ജീവൻ നിലനിർത്തുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്നത്. ഇനി നോക്കാം അന്തരീക്ഷ വാതകങ്ങൾ എന്താ. 78% നൈട്രജനും 21% ഓക്സിജനുമാണ് അന്തരീക്ഷത്തിലുള്ളത്. ബാക്കിയുള്ള ആർഗൺ, കാർബൺ ഡൈ ഓക്സൈഡ്, നിയോൺ, ഹീലിയോൺ, ക്രിപ്റ്റോൺ, സെനോൺ, ഹൈഡ്രജൻ ഇവയൊക്കെ കൂടി 1% മാത്രമാണ് ഉള്ളത്. അന്തരീക്ഷ വായുവിൽ 3-ാമത്തെ സ്ഥാനത്തുള്ളത് ആർഗണാണ് കേട്ടോ. അതായത് ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണെന്ന് ചോദിച്ചാലും ആർഗൺ തന്നെയാണ്. അതായത് അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർഗണാണ്. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചനയുടെ എത്ര ശതമാനം ഉൾക്കൊള്ളുന്നു? ഓക്കെ, എന്താണ്? 78%, 21% ചേർന്ന് 99% നൈട്രജനും ഓക്സിജനും കൂടി ആകെ അന്തരീക്ഷ സംരചന ഉള്ളത്. സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. എന്താണ് ബാഷ്പീകരണം? സൂര്യതാപമേറ്റ് ഭൗമോപരിതലത്തിൽ നിന്നും ജലം നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന പ്രക്രിയ. ഓക്കെ, ഇനി ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 90 കിലോമീറ്റർ വരെ മാത്രമേ ജലബാഷ്പത്തിൻ്റെ സാന്നിധ്യമുള്ളൂ. വാതകങ്ങൾ, ജലതന്മാത്രകൾ എന്നിവയ്ക്ക് പുറമേ പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൻ്റെ ഭാഗമാണ്. പൊടിപടലങ്ങൾ സാധാരണയായി കണ്ടുവരുന്ന ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷ ഭാഗങ്ങളിലാണ്. അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. എങ്ങനെയാണ് മേഘങ്ങൾ ഉണ്ടാവുന്നത്? അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ചുറ്റി അന്തരീക്ഷ നീരാവി ഘനീഭവിച്ച് മേഘങ്ങൾ രൂപപ്പെടുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ നേർത്ത പൊടിപടലങ്ങളെ ഘനീകരണ മർമ്മങ്ങൾ അഥവാ ഹൈഗ്രോസ്കോപ്പിക് ന്യൂക്ലി എന്ന് വിളിക്കുന്നു. എന്തൊക്കെ മാർഗങ്ങളിലൂടെയാണ് അന്തരീക്ഷത്തിൽ പൊടിപടലങ്ങൾ എത്തുന്നതെന്ന് നോക്കാം. കാറ്റിലൂടെ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്നവ, അഗ്നിപർവ്വതങ്ങളിലൂടെ പുറത്തു വരുന്നവ, ഉൽക്കകൾ കത്തുന്നതിലൂടെ ഉണ്ടാകുന്ന ചാരം,
കൂടാതെ വ്യാവസായിക പ്രവർത്തനങ്ങൾ, കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയിലൂടെ ഉണ്ടാകുന്ന പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ എത്താറുണ്ട്. ഇനി ഭൂമിയിലെ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അന്തരീക്ഷം എങ്ങനെയെല്ലാം പ്രയോജനപ്പെടുന്നു എന്ന് നോക്കാം. കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ കാരണമാകുന്നു, ഹാനികരങ്ങളായ സൂര്യരശ്മികളിൽ നിന്ന് രക്ഷിക്കുന്നു, ശ്വസനത്തിനും പ്രകാശ സംശ്ലേഷണത്തിനും ആവശ്യമായ വാതകങ്ങൾ നൽകുന്നു, താപനില വ്യത്യാസങ്ങൾ നിയന്ത്രിച്ച് താപസന്തുലിതാവസ്ഥ നിലനിർത്തുന്നു, ഉൽക്കാപതനത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു, വിവിധ ജീവജാലങ്ങൾക്ക് ആവശ്യമുള്ള നൈട്രജൻ മണ്ണിൽ ലഭ്യമാക്കുന്നതിന് അന്തരീക്ഷം നൈട്രജൻ ചക്രത്തിൽ ഒരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നു. എന്താണ് അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞിട്ടുണ്ട്? അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. അന്തരീക്ഷ വായുവിൻ്റെ സംരചനയ്ക്ക് മാറ്റം വരുത്തുന്ന രീതിയിൽ പുകയും വിഷവാതകങ്ങളും മറ്റ് രാസപദാർത്ഥങ്ങളും വായുവിൽ കലരുന്നതാണ് അന്തരീക്ഷ മലിനീകരണം. ഇനി അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വ്യവസായശാലകളിൽ നിന്നുള്ള പുക, വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന വായു മലിനീകരണ ഘടകങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും കത്തിക്കുന്നത്, കൃഷി അവശിഷ്ടങ്ങൾ കത്തിക്കുന്നത്, കരിമരുന്നിൻ്റെ അമിത ഉപയോഗം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഇവയെല്ലാം അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നു. ഇനി എന്താണ് അമ്ലമഴ എന്ന് നോക്കാം. കൽക്കരി, പെട്രോളിയം ഇന്ധനങ്ങൾ, ഡീസൽ തുടങ്ങിയവ കത്തുമ്പോൾ കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡയോക്സൈഡ് തുടങ്ങി നിരവധിയായ വാതകങ്ങൾ അന്തരീക്ഷത്തിൽ എത്തുന്നു. അവ മഴവെള്ളത്തോടൊപ്പം കലർന്ന് വെള്ളത്തിന് ആസിഡ് സ്വഭാവം കൈവന്ന് ഭൂമിയിലേക്ക് എത്തുന്നു. മഴവെള്ളത്തിൻ്റെ pH മൂല്യം 5ൽ കുറവാണെങ്കിൽ അതിനെ അമ്ലമഴയായി കണക്കാക്കും. ശുദ്ധജലത്തിൻ്റെ pH മൂല്യം 7 ആണ്. ഇനി എന്താണ് പുകമഞ്ഞ് അഥവാ സ്മോഗ് എന്ന് നോക്കാം. പുകയും മൂടൽമഞ്ഞും ചേർന്നതാണ് പുകമഞ്ഞ് രൂപപ്പെടുന്നത്. അതായത് സ്മോക്കും ഫോഗും ചേർന്നാണ് സ്മോഗ് ഉണ്ടാവുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വ്യവസായശാലകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വാഹനങ്ങൾ, കാർഷിക വിളകളുടെ അവശിഷ്ടങ്ങൾ കത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാകുന്ന പുകയും പൊടിപടലങ്ങളും അന്തരീക്ഷത്തിൽ നിറയുന്നു. ഇവ മഞ്ഞുമായി കലർന്ന് പുകമഞ്ഞ് രൂപപ്പെടുന്നു. പക്ഷാഘാതം, ഹൃദ്രോഗം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വർദ്ധിക്കാൻ വായുമലിനീകരണം കാരണമാകുന്നുണ്ടെന്ന് പല പഠനങ്ങളും ചൂണ്ടിക്കാണിക്കുന്നു. അന്തരീക്ഷ ഘടന. താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ 5 വ്യത്യസ്ത പാളികളായി തരംതിരിച്ചിരിക്കുന്നു. എന്താണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ ആൻഡ് എക്സോസ്ഫിയർ. ഇങ്ങനെയാണ് നമ്മുടെ അന്തരീക്ഷത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? താപവ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമുക്കിവിടെ ചിത്രങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. വിമാനം പോകുന്നത് ട്രോപ്പോസ്ഫിയറിലൂടെയാണ്. നമ്മുടെ ബലൂണുകളുണ്ടല്ലോ, എയർ ബലൂണുകൾ, അത് പോകുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ ഓസോൺ പാളി ഉള്ളതും സ്ട്രാറ്റോസ്ഫിയറിലാണ്. അതുപോലെ തന്നെ മീസോസ്ഫിയറിലാണ് നമ്മുടെ മീറ്റേഴ്സ്, അതായത് നമ്മുടെ ഉൽക്കകളൊക്കെ വരുന്നത് അവിടെയാണ്. തെർമോസ്ഫിയറിലാണ് നമ്മുടെ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യം, റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആവശ്യമായിട്ടുള്ള ആ വേവുകളൊക്കെ പോകുന്നത്. അപ്പോൾ എക്സോസ്ഫിയറിലാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് വിക്ഷേപിക്കുമല്ലോ, അതൊക്കെ ഉള്ളത് എക്സോസ്ഫിയറിലാണ്. ഇനി നമുക്ക് ഓരോ പാളികളെ പറ്റിയും പഠിക്കാം. ട്രോപ്പോസ്ഫിയർ അന്തരീക്ഷത്തിലെ ഏറ്റവും താഴെയുള്ള പാളിയാണിത്. ഇതിന് ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 13 കിലോമീറ്റർ വരെ ഉയരം വരും. ധ്രുവപ്രദേശത്ത് ഏകദേശം 8 കിലോമീറ്ററും ഭൂമധ്യരേഖാ പ്രദേശത്ത് 18 കിലോമീറ്ററും ഉയരമാണുള്ളത്. ഭൂമധ്യരേഖാ പ്രദേശത്ത് ചൂട് കൂടുതലുള്ളതിനാലാണിത്. പൊടിപടലങ്ങളും ജലബാഷ്പവും ഏറ്റവും കൂടുതൽ ഈ പാളിയിലാണുള്ളത്. കൂടാതെ മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ എല്ലാം സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. ട്രോപ്പോസ്ഫിയറിൻ്റെ ഒരു പ്രധാന സവിശേഷത ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിലും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറയുന്നു എന്നതാണ്. ഇത് ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും ട്രോപ്പോസ്ഫിയറിനെ അന്തരീക്ഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാളിയെന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഇതാണ്. എന്താണ്? മേഘരൂപീകരണം, മഴ, മഞ്ഞ്, കാറ്റ് തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നത് ഈ പാളിയിലാണ്. അതുകൊണ്ടാണ് ഈ ഒരു പാളിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട പാളിയെന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി ഊട്ടി, മൂന്നാർ, കൊടൈക്കനാൽ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ തണുപ്പ് അനുഭവപ്പെടാൻ കാരണം എന്താ? കാരണം ട്രോപ്പോസ്ഫിയറിലെ ഒരു പ്രധാന സവിശേഷതയാണ്
ക്രമമായ താപനഷ്ടം എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിലെ ഓരോ 165 മീറ്റർ ഉയരം കൂടുന്തോറും 1 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ താപനില കുറയും. അതായത് മുകളിലേക്ക് പോകുന്തോറും ഓരോ 165 മീറ്റർ ഉയരങ്ങളിലേക്ക് പോകുന്തോറും താപനിലയിൽ 1 ഡിഗ്രി സെൽഷ്യസ് കുറവുണ്ടാകുമെന്നാണ് പറയുന്നത്. അടുത്തതാണ് സ്ട്രാറ്റോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിന് തൊട്ടു മുകളിലുള്ള അന്തരീക്ഷ പാളിയാണിത്. ഭൗമോപരിതലത്തിൽ നിന്ന് ശരാശരി 50 കിലോമീറ്റർ വരെയാണ് ഉയരം. സ്ട്രാറ്റോസ്ഫിയറിൽ ഒരു നിശ്ചിത ഉയരം കഴിയുമ്പോൾ താപം വർദ്ധിച്ചു വരുന്നതായി കാണാം. സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി ഉള്ളത്. ഇത് ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് നിലകൊള്ളുന്നത്. അതായത് ഓസോൺ പാളി ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 25 കിലോമീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഓസോണിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഓസോൺ ഭൂമിയുടെ രക്ഷാകവചം. സൂര്യനിൽ നിന്നുള്ള അപകടകാരിയായ അൾട്രാവയലറ്റ് രശ്മികളെ തടഞ്ഞു നിർത്തി ഭൂമിയെ സംരക്ഷിക്കുന്നത് അന്തരീക്ഷത്തിലെ ഓസോൺ വാതകങ്ങളുടെ സാന്നിധ്യമാണ്. അൾട്രാവയലറ്റ് രശ്മികൾ വർദ്ധിച്ച തോതിൽ ഭൗമോപരിതലത്തിൽ പതിച്ചാൽ അത് ജീവജാലങ്ങൾക്ക് ഹാനികരമാവുകയും ആവാസ വ്യവസ്ഥയെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. ഇനി എന്തൊക്കെയാണ് അൾട്രാവയലറ്റ് കിരണങ്ങൾ ഭൂമിയിലുണ്ടാക്കുന്ന ദോഷങ്ങളെന്ന് നോക്കാം. ആഹാര ശൃംഖലയുടെ തകർച്ച, കൃഷിനാശം, സസ്യവളർച്ചാ മുരടിക്കൽ, അകാല വാർദ്ധക്യം, അന്ധത, തിമിരം, ത്വക്കിലുണ്ടാകുന്ന ക്യാൻസർ, ഇതിനൊക്കെയും കാരണം അൾട്രാവയലറ്റ് കിരണങ്ങളാണ്. ഇനി ഓസോൺ ദിനത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു. ഓസോൺ സംരക്ഷണത്തിൻ്റെ ആവശ്യകത സംബന്ധിച്ച് ജനങ്ങളിൽ അവബോധമുണ്ടാക്കുക, ഓസോൺ ശോഷണത്തിന് കാരണമാകുന്ന ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുക എന്നിവയാണ് ഈ ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ. മീസോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിൽ ഏകദേശം 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്ന അന്തരീക്ഷ പാളിയാണിത്. ഈ പാളിയിലും ഉയരം കൂടുന്തോറും താപം കുറയുന്ന പ്രതിഭാസമുണ്ട്. ഭൗമോപരിതലത്തിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോഴേക്കും താപനില -100 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നു. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഭൗമാന്തരീക്ഷത്തിലേക്ക് കടന്നെത്തുന്ന ഉൽക്കകൾ മിക്കതും കത്തിച്ചാരമാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. തെർമോസ്ഫിയർ. മീസോസ്ഫിയറിന് ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് തെർമോസ്ഫിയർ. ഉയരം കൂടുന്തോറും താപനില കൂടി വരുന്നു. തെർമോസ്ഫിയറിൻ്റെ താഴ്ന്ന ഭാഗത്തെ അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഇനി എന്താണ് അയണോസ്ഫിയർ എന്ന് നോക്കാം. അന്തരീക്ഷത്തിൻ്റെ ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ വരെ ഉയരത്തിൽ അൾട്രാവയലറ്റ്, എക്സ്റേ തുടങ്ങിയ തീവ്ര സൂര്യരശ്മികൾ വാതക തന്മാത്രകളെ അയോണുകളാക്കി മാറ്റുന്നു. ഈ പ്രക്രിയയെ അയോണീകരണം എന്നും ഈ പ്രവർത്തനം നടക്കുന്ന മണ്ഡലത്തെ അയോണോസ്ഫിയർ എന്നും വിളിക്കുന്നു. അയോണുകൾക്ക് വൈദ്യുതിയെ കടത്തിവിടാൻ കഴിയും. റേഡിയോ തരംഗങ്ങൾ വൈദ്യുതകാന്തിക തരംഗങ്ങളാണ്. അതുകൊണ്ട് ഈ മേഖല റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രക്ഷേപണം സാധ്യമാക്കുന്നു. എക്സോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ഏറ്റവും മുകളിലുള്ള പാളിയാണിത്. 400 കിലോമീറ്ററിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന എക്സോസ്ഫിയർ എന്ന അന്തരീക്ഷ പാളിയിൽ വായു തന്മാത്രകളുടെ സാന്നിധ്യം ക്രമേണ കുറഞ്ഞ് ബഹിരാകാശത്തിൻ്റെ ഭാഗമായി മാറുന്നു. പാഠഭാഗത്ത് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ലാവ തണുത്തുറഞ്ഞുണ്ടാകുന്ന ശിലകൾ ആഗ്നേയശിലകളാണ്.